ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷും ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ നാളെ 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് ഏതാണ് എക്സാം വരുന്നത്? അതെ, നമ്മുടെ ഇന്റഗ്രേഷൻ ഡേ 2 അല്ലെ, അഥവാ ഉത്കൃതനം 2ാം ദിവസമാണ് പരീക്ഷ വരുന്നത്. അതായത് നമ്മളെ മലയാളം ടെക്സ്റ്റ് പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 2ാമത്തെ എക്സാം ആണ് നമുക്ക് വരുന്നത് അല്ലെ. ഇന്ന് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള കൂട്ടുകാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ എക്സാം ഒക്കെ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടീച്ചർ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ, ഒന്നുകൂടി എടുത്ത് നോക്കുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ആയിട്ട് മക്കളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നാളെയും ഇന്റഗ്രേഷൻ ആണ് എക്സാം വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് മിസ്സിന് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതൊക്കെ കൂട്ടുകാർ ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് വീഡിയോ കാണുന്നത് എന്നത് മിസ്സിന് അറിയാനായിട്ടാണ്. അപ്പൊ മക്കളുടെ പേരും അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഇനിയും മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സിലെ കൂട്ടുകാർക്കും ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ മക്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അല്ലെ. അപ്പൊ ഇന്നത്തെ എക്സാമിന് നമുക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നാളെ എക്സാമിന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മലയാളം ടെക്സ്റ്റ് പുസ്തകവുമായി ബന്ധപ്പെടുത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങളുടെ നാളത്തെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, വീട് കെട്ടണം ടിയ ടിയ എന്നുള്ള പാഠഭാഗത്ത് നമ്മൾ ഒരുപാട് വീടുകളുടെ വിവിധ തരം വീടുകളുടെ പേരുകൾ പരിചയപ്പെടുന്നില്ല മക്കളെ. അപ്പൊ ആ പേരുകളൊക്കെ എന്ത് ചെയ്യാം മക്കൾ ഒന്നുകൂടി നോക്കുക. ഏതൊക്കെയായിരുന്നു പേര്, നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാ അല്ലെ. കോൺക്രീറ്റ് വീടുണ്ട്, ഓടിട്ട വീടുണ്ട്, ഓലമേഞ്ഞ വീടുണ്ട്, പിന്നെയോ മക്കളെ മുള വീടുണ്ട്, അതുപോലെ തന്നെ മരത്തിന്റെ മുകളിൽ കെട്ടി ഉണ്ടാക്കുന്ന വീടിന് നമ്മൾ എന്ത് പറയും, ഏറുമാടം എന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ ബോട്ടിലുള്ള വീടിന് നമ്മൾ എന്ത് പറയും, ഹൗസ് ബോട്ട് എന്ന് പറയും അല്ലെ. പിന്നെ താൽക്കാലികമായിട്ട് നമ്മൾ കെട്ടി ഉണ്ടാക്കുന്ന അല്ലെ, കൂടുതലും നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കെട്ടി ഉണ്ടാക്കുന്ന ആ ഒരു വീടിനെയാണ് ടെന്റ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ കുടിലുണ്ട്. ഇങ്ങനെ വിവിധ തരം വീടുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇഗ്ലു എന്ന് പറയുന്നത്. ഇഗ്ലു എവിടെയാ മക്കളെ, ഏത് പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുക? തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് അല്ലെ, മഞ്ഞ് വീഴ്ചയൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഇഗ്ലു കാണാനായിട്ട് കഴിയുക അല്ലെ. ഐസ് കൊണ്ട് ഉണ്ടാക്കുന്ന വീടിനെയാണ് എന്തെന്ന് പറയാ, ഇഗ്ലൂ എന്ന് പറയാം അല്ലെ. അതൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വിവിധ വീടുകളുടെ പേരുകൾ പഠിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ടീച്ചർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലുള്ള മുറികൾ, 4 മുറികളുടെ പേര് മക്കൾ പ്രധാനമായിട്ടും പഠിക്കുക. ഏതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള പ്രധാന മുറികൾ? 4 മുറികളുടെ പേര് പഠിക്കാനായിട്ട് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കിടപ്പുമുറി, കുളിമുറി, അതുപോലെ തന്നെ അടുക്കള, സ്വീകരണ മുറി അല്ലെ. ഇത് 4 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ മക്കള് പേര് എന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതി പഠിക്കുക. അതോടൊപ്പം തന്നെ മക്കള് വീടുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീട്ടിലെ ഉപകരണങ്ങളുടെ പേരുകളാണ്. ഇപ്പൊ നമ്മുടെ സ്വീകരണ മുറിയിൽ ഇടാവുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? നമുക്ക് സോഫ ഇടാം, അതുപോലെ തന്നെ മേശയും കസേരയും ഒക്കെ ഇടാം അല്ലെ. ഇനി നമ്മുടെ അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? ചിരവയുണ്ട്, അതുപോലെ തന്നെ വിവിധ തരം പാത്രങ്ങള്, പിന്നെ നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മിക്സി, അതുപോലെ തന്നെ ഫ്രിഡ്ജൊക്കെ എന്താണ് നമ്മുടെ അടുക്കളയിലുള്ള ഉപകരണങ്ങളാണ് അല്ലെ. അപ്പൊ അത് മക്കള് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കിടപ്പ് മുറിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? നമ്മുടെ കട്ടില്, അതുപോലെ തന്നെ അലമാരയൊക്കെ എന്താണ് നമ്മുടെ കിടപ്പ് മുറിയിലുള്ള ഉപകരണങ്ങളാണ് അല്ലെ. അപ്പൊ വീട്ടിലുള്ള ഉപകരണങ്ങളെ കുറിച്ച് മക്കൾക്ക് ധാരണ വേണം കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമതായിട്ട് മക്കൾ പഠിക്കേണ്ടത്. പിന്നെ മക്കൾ അറിഞ്ഞിരിക്കേണ്ടത് വിവിധ പഴങ്ങളെ കുറിച്ച് അല്ലെ. നമ്മൾ ഒരുപാട് പഴങ്ങള് നമ്മുടെ പാഠഭാഗത്ത് പരിചയപ്പെടുന്നുണ്ട് അല്ലെ. അതിന് നമ്മൾ പുളിയുള്ള വീട് കുറെ എണ്ണം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മധുരമുള്ളത് നമുക്കറിയാം അല്ലെ. പിന്നെ പഴത്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ മക്കള് പരിചയപ്പെടേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നിറത്തിന്റെ പേരിലുള്ളത് കേട്ടോ. അതായത് നമ്മളിപ്പോ ചോദിക്കാം, മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാനായിട്ട് പറ്റണം കേട്ടോ. അപ്പൊ നിറത്തിന്റെ പേരിൽ തന്നിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ മക്കൾ എഴുതണം. മഞ്ഞ നിറത്തിൽ നമുക്ക് ഏതൊക്കെ എഴുതാം മക്കളെ?
നമ്മുടെ പപ്പായ പഴുത്ത് കഴിഞ്ഞാൽ ഏത് നിറമാണ് മക്കളെ? മഞ്ഞ നിറമാണ് അല്ലെ. അതുപോലെ തന്നെ പഴുത്ത മാങ്ങ ഏത് നിറമാണ്? മഞ്ഞ നിറമാണ്. കൈതച്ചക്കയ്ക്ക് ഏത് നിറമാണ്? മഞ്ഞ നിറമാണ് അല്ലെ. അപ്പൊ അത് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. നിറത്തിന്റെ പേരിൽ ചിലപ്പം പഴത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പഠിച്ചിട്ടുണ്ട് കുലയായിട്ട് കാണപ്പെടുന്ന പഴങ്ങൾ അല്ലെ. കുലയായിട്ട് കാണപ്പെടുന്ന പഴങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുന്തിരി നമുക്ക് എങ്ങനെ കാണാൻ പറ്റും മക്കളെ? കുലയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ റംബൂട്ടാൻ നമുക്ക് എങ്ങനെയാണ് മക്കളെ? കുലയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പഴം നമുക്ക് എങ്ങനെയാണ് കാണപ്പെടുന്നത്? കുലയിലാണ് കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ അത് മക്കൾ ഓർത്തിരിക്കുക. കുലയായിട്ട് കാണപ്പെടുന്ന പഴങ്ങൾ ഏതാണ്. പിന്നെ മക്കൾ അവിടെ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, കൂടുതൽ വിത്തുള്ള പഴങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മുടെ മാങ്ങ എടുക്കാണ്. മാങ്ങയുടെ ഉള്ളിൽ എത്ര വിത്താണ് മക്കളെ ഉണ്ടാവുക? ഒരു വിത്താണ് ഉണ്ടാവുക അല്ലെ. അത് മറിച്ച് നമ്മളിപ്പം ഒരു മുന്തിരി അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ ആപ്പിളോ ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് മക്കളെ? അതിനുള്ളിൽ ഒരു വിത്ത് മാത്രമാണോ ഉണ്ടാവുക? ഒരു കുരു മാത്രമാണോ ഉണ്ടാവുക? അല്ല അല്ലെ, ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പൊ മക്കൾ ആ ഒരു കാര്യം ഓർത്തിരിക്കാം. ഒന്നിൽ കൂടുതൽ വിത്തുകളുള്ള പഴങ്ങളുടെ പേരുകൾ ഇപ്പം തന്നെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു അല്ലെ. ആപ്പിള് പറഞ്ഞു, ഓറഞ്ച് പറഞ്ഞു, പിന്നെ നമ്മുടെ വാട്ടർമെലൻ അല്ലെ, വത്തക്കയ്ക്ക് ഒരുപാട് കുരു ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ പേരയ്ക്ക ഒരുപാട് കുരുണ്ട്. പിന്നെ നമ്മുടെ ചക്ക അല്ലെ, ചക്കയ്ക്കും അതുപോലെ തന്നെ ഒരുപാട് കുരു ഉണ്ട് അല്ലെ. അപ്പൊ അത് മക്കൾ ഓർത്തിക്കുക. ഒരുപാട് വിത്തുകളുള്ള പഴങ്ങൾ ഏതാണ് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ പഴങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം ചോദ്യം വരാം. ഓക്കെ മക്കളെ, പിന്നെ ഇന്ന് നമുക്ക് ചോദിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യാനായിട്ട് മക്കളെ? കഥ എഴുതാനായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തരും മക്കളെ? ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിന് യോജിച്ച രീതിയിൽ ഒരു കഥ എഴുതാനായിട്ട് ചോദിക്കുക. അപ്പൊ ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കഥ എഴുതുന്ന സമയത്ത് അതിൽ എന്ത് വേണം മക്കളെ? കഥയ്ക്കൊരു തലക്കെട്ട് വേണം. 5 മാർക്കിൽ കൂട്ടുകാർക്ക് 1 മാർക്ക് ഏതിന് കിട്ടും മക്കളെ? തലക്കെട്ടിനാണ് ഉണ്ടായിരിക്കുക. അപ്പൊ എന്താണോ നിങ്ങൾക്ക് ചിത്രം തന്നിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾ എന്ത് ചെയ്യണം? കഥയ്ക്കൊരു പേര് കൊടുക്കണം. ആമയും മുയലിന്റെയും ഒരു ചിത്രമാണ് നമുക്ക് തന്നത് എന്ന് വെച്ചാല് നമുക്ക് കഥയ്ക്ക് എന്ത് പേര് കൊടുക്കാം? ആമയും മുയലും എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കഥയ്ക്ക് പേര് കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ മക്കൾ ചിത്രം നോക്കിയിട്ട് ആദ്യം എന്ത് ചെയ്യുക? കഥയുടെ പേരെന്താ എന്നുള്ളത് മക്കൾ ഫിക്സ് ചെയ്തിട്ട് അത് എഴുതി വെക്കുക. അപ്പൊ നമുക്ക് 5ൽ 1 മാർക്ക് കിട്ടി. പിന്നെ ബാക്കി 4 മാർക്കാണ് നമ്മൾ കഥ എഴുതാനായിട്ട്, ആ ഒരു കഥ എഴുതുന്നതിന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക അല്ലെ. ഇതിന് മക്കൾ ആദ്യം ചെയ്യേണ്ടത് ആ ചിത്രം നോക്കിയിട്ട് മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കഥ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു നോക്കുക. അതിനുശേഷം മാത്രം മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേപ്പറിലോട്ട് കഥ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ കഴിയുന്നതും അക്ഷരത്തെറ്റില്ലാതെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അക്ഷരത്തെറ്റിനും നമുക്ക് എന്തുണ്ട് മക്കളെ? 1 മാർക്ക് ഉള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കഥ എഴുതാമെന്നുള്ള പ്രവർത്തനം വരാം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഡയറി എഴുതുക എന്നത് അല്ലെ. അത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. ഡയറി നമ്മൾ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് എഴുതുന്നതാണല്ലോ മക്കളെ. അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം? ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ദിവസമാണ് എഴുതുന്നത്, ആ ദിവസത്തിന്റെ ഡേറ്റും ഏതാണോ ആ ദിവസം എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡയറിയിൽ എഴുതണം. ഇന്നിപ്പോ 17-ാം തീയതിയാണല്ലേ. ഇന്നത്തെ ഡയറിയാണ് മക്കൾ എഴുതുന്നത് എന്ന് വെച്ചാൽ ആദ്യം മുകളിൽ എന്ത് എഴുതണം? 17/12/2025 എന്നുള്ള ഡേറ്റ് എഴുതി. ഇന്ന് ഏതാണ് ദിവസം? ബുധനാണ് വരുന്നത് അല്ലെ. അപ്പൊ ബുധൻ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? എഴുതണം. അതിനുശേഷമാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ഡയറി എഴുതേണ്ടത്. ഡയറി എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് മക്കളെ? നമ്മൾ രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു, സ്കൂളിൽ പോയി, തിരിച്ചു വന്നു, ചായ കുടിച്ചു, പഠിച്ചു, ഉറങ്ങി, ഇങ്ങനെയാണോ നമ്മൾ ഡയറി എഴുതേണ്ടത്? അല്ല. എങ്ങനെയാണ്? ആ ദിവസം കൂട്ടുകാരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം ഡയറി എഴുതാനായിട്ട്. മറ്റേതെല്ലാം സ്ഥിരം നടക്കുന്ന കാര്യങ്ങളല്ല അല്ലേ. അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? അത് എഴുതുക. ഇപ്പൊ ഇന്നത്തെ ഡയറി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡയറിയിൽ ഉൾപ്പെടുത്താം മക്കളെ? ഇന്ന് എന്റെ പരീക്ഷ തുടങ്ങിയിട്ടുള്ള ദിവസമായിരുന്നു അല്ലെ. ഇന്ന് ഞങ്ങൾക്ക് ഉദ്ഗ്രഥനായിരുന്നു പരീക്ഷ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങളെല്ലാം വന്നു, ഞാൻ നല്ല രീതിയിൽ പരീക്ഷയൊക്കെ എഴുതി, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താലോ. അപ്പൊ മക്കളെടുത്ത് ഡയറി എഴുതാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ മക്കൾ അങ്ങനെ പ്രത്യേകം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഡേറ്റും അന്നത്തെ ദിവസം ഏതാ എന്നുള്ള കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്താം കേട്ടോ. അതിന് പ്രത്യേക മാർക്കുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സംഭാഷണം പൂർത്തീകരിച്ച് എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം വരാം. ഓക്കെ മക്കളെ, ഇപ്പോ സംഭാഷണം മിസ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തരും? സംഭാഷണത്തിന് ചില ഭാഗങ്ങളൊക്കെ തരും. 1-2 ഡയലോഗ്സ് ഒക്കെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതിന്റെ ബാക്കി ഭാഗം മക്കൾ പൂർത്തിയാക്കുക എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് സംഭാഷണം വരിക കേട്ടോ. ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആമിയും അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണം നമ്മുടെ മുൻ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെ എന്താണ്? ആമിയുടെ
സ്കൂളില് പലഹാരമേള നടക്കുകയാണ്. അപ്പൊ അമ്മ എന്ത് ചെയ്തു, കുറെ പലഹാരങ്ങളൊക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു അല്ലേ. അപ്പൊ വൈകിട്ട് പലഹാരമേള എല്ലാം കഴിഞ്ഞ് അവള് വീട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് നമ്മുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണമായിരുന്നു എഴുതാനായിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് പാഠഭാഗവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ പാഠഭാഗത്തിലോട്ട് പോവാണെങ്കിൽ നമ്മുടെ ആനക്കുട്ടനെ ഓർമ്മയില്ലേ, അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പഴങ്ങൾ വാരി വലിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ മൈനയ്ക്ക് ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൻ ഒരുപാട് പഴങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചു മക്കളെ, പഴക്കുല കഴിച്ച സമയത്ത് അറിയാതെ മൈനയും അവന്റെ വയറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ അവൻ എന്ത് ചെയ്തു, വയറുവേദന വരാനായിട്ട് തുടങ്ങിയില്ലേ. അങ്ങനെ വൈദ്യർ വന്നിട്ടൊക്കെയാണ് അവന്റെ അസുഖം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മുടെ ജിറാഫും അതുപോലെ തന്നെ ആനക്കുട്ടനും ഒക്കെ തമ്മിലുള്ള സംഭാഷണം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തിനാ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ധാരാളം പഴങ്ങൾ കഴിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കൊതി കൊണ്ടാണ് കഴിച്ചത് എന്നൊക്കെ ആനക്കുട്ടനും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് സംഭാഷണം എഴുതാനായിട്ട് വരാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഈ ഒരു ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മക്കള് അവിടെ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അവിടെ ഒരു പോഷക പാത്രമൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കുറെ ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന് എങ്ങനെയുള്ള ആഹാരങ്ങളാണ് മക്കളെ വേണ്ടത്, കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെ. നമ്മൾ എങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, പാല് കുടിക്കണം, അതുപോലെ തന്നെ മീന്, അതുപോലെ തന്നെ മാംസം കഴിക്കണം, മുട്ട കഴിക്കണം, പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കണം, ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം അല്ലെ. അതാണ് നമ്മുടെ നല്ല ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതും മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ചിത്രത്തിന് യോജിച്ച വാക്യം എഴുതാനായിട്ടാണ് കേട്ടോ. അതായത് മക്കൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3-4 ചിത്രങ്ങൾ തന്നിട്ട് ആ ചിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കളടുത്ത് എന്ത് ചെയ്യാനായിട്ട് പറയും, യോജിച്ച വാക്യം എഴുതാനായിട്ട് പറയും. അപ്പൊ നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ വീഡിയോ നമ്മുടെ ചാനലിലേക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ മക്കൾക്ക് ഒരു ചിത്രം തരികയാണ്. അതായത് ഒരു പൂച്ച എന്ത് ചെയ്യാണ്, പൂച്ച പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, പൂച്ച പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മക്കൾക്ക് എന്ത് ചെയ്യാം, വാക്യം എഴുതാം അല്ലെ. ഇനി ഒരു താറാവ് എന്ത് ചെയ്യാണ്, കുളത്തിൽ ഇങ്ങനെ നീന്തി പോകുന്ന ഒരു ചിത്രമാണ് തന്നതെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, താറാവ് വെള്ളത്തിൽ നീന്തുന്നു അല്ലെങ്കിൽ താറാവ് കുളത്തിൽ നീന്തുന്നു എന്ന് മക്കൾക്ക് എന്ത് ചെയ്യാം, ആ ചിത്രത്തിന് യോജിച്ച രീതിയിൽ വാക്യം എഴുതാം അല്ലെ. അപ്പൊ അത്തരത്തിൽ മക്കൾക്ക് ചിത്രം തരും, ആ ചിത്രത്തിന് യോജിച്ച രീതിയിൽ വാക്യം എഴുതാനായിട്ടും പറയൂ കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ജലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. ജലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള ജലമൊക്കെ എവിടെ നിന്നാണ് മക്കളെ കിട്ടുന്നത്, നമുക്ക് കുടിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ജലം നമ്മുടെ കിണറിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ എവിടേക്കാണ് മക്കളെ നിങ്ങൾ ജലം കണ്ടിട്ടുള്ളത്, തോട്ടില് കണ്ടിട്ടുണ്ട്, കുളത്തില് കണ്ടിട്ടുണ്ട് അല്ലെ, പിന്നെയോ കടലില് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കായലില് കണ്ടിട്ടുണ്ട് അല്ലെ. ഇവിടെയൊക്കെ എന്തുണ്ട് മക്കളെ, ജലമുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ജലത്തിന്റെ വിവിധ ഉപയോഗങ്ങൾ എന്തൊക്കെയാ എന്നുള്ളത്. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അലക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പാത്രം കഴുകാനും ചെടി നനയ്ക്കാനും മൃഗങ്ങളെയൊക്കെ കുളിപ്പിക്കാനും തുടയ്ക്കാനും എന്നിങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, വെള്ളം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വെള്ളം എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത് അതുകൂടി മക്കളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൂട്ടുകാർ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ നാളത്തെ എക്സാമിനായിട്ട് പഠിക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, എല്ലാ ക്ലാസ്സും കണ്ടിട്ട് മക്കൾ നന്നായിട്ട് തന്നെ നിങ്ങളുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അതോടൊപ്പം തന്നെ കുറച്ച് കൂട്ടുകാരുടെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മക്കളുടെ പേരും നിങ്ങളുടെ സ്കൂളിന്റെ പേരും കൂടി വേഗം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കില്ലേ. അതോടൊപ്പം തന്നെ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് വെറും 89 രൂപയ്ക്ക് നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ മക്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.